നമ്മളെ ഇന്ന് ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിൽ പരിചയപ്പെടുന്നത് പാരമ്പര്യ കർഷകനായിട്ടുള്ള കുട്ടപ്പൻ ചേട്ടനെയാണ്. കുട്ടപ്പൻ ചേട്ടൻ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട്ടുകുരിശിക്കടുത്ത് നടുവത്തപ്പാറയിലാണ് താമസം. അദ്ദേഹം ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുവിധം കർഷകരൊന്നും കൈവയ്ക്കാത്ത ഒരുപാട് മേഖലകൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് കൂർക്ക. ഈ കൂർക്ക ശരിക്കും നമ്മുടെ ഈ ഇടവമാസത്തിലൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പകുതിയോടുകൂടി അല്ലെങ്കിൽ അവസാനത്തോടു കൂടി വയ്ക്കുന്ന ഒരു വിളയാണ്. സാധാരണ നമ്മൾ ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന ഈ വിള പിന്നെ ഈ പാലക്കാട് തൃശ്ശൂർ ജില്ലകളുടെ ഏരിയകളിലൊക്കെ ഒരുപാട് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കാണിക്കുന്നത് എങ്ങനെയാണ് ഒരു കൂർക്ക കൃഷി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതായത് അതിനെ നടുന്നത് മുതൽ അതിൻ്റെ നടീൽ രീതി മുതൽ അതിൻ്റെ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് കുട്ടപ്പൻ ചേട്ടൻ പറഞ്ഞു തരും. അത് അത്രയും ഇതായിട്ട് പറയാൻ കാരണം കാലങ്ങളായിട്ട് അച്ഛൻ മുത്തശ്ശന്മാർ മുതൽ കാർഷിക രീതിയിലൂടെ മാത്രം വളർന്നു വന്നിട്ടുള്ള ഒരാളാണ് കുട്ടപ്പൻ ചേട്ടൻ. ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ നല്ലൊരു മുതൽക്കൂട്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടപ്പൻ ചേട്ടനെ പോലെയുള്ള ആളുകൾ ഷെയർ ചെയ്ത് തന്നിട്ടുള്ള അറിവുകളാണ് നമ്മുടെ ഈ ഓർഗാനിക് കേരളത്തെ ഇത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ഈ വീഡിയോ കാണുക. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് കൂടി ലൈക്ക് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പേജുണ്ട്, അത് ലൈക്ക് ചെയ്യുക, അതിന് ഫോളോ ചെയ്യുക. നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് അവിടെയും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ യൂട്യൂബിലുള്ള നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ രസകരമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ കൂർക്ക കൃഷി ചെയ്തിട്ടിരിക്കുന്നത്. അതും വളരെ നാച്ചുറലായി നല്ല രീതിയിൽ കുറച്ച് വൈഡായിട്ടും ചെയ്തിട്ടുണ്ട്. ഈ കൂർക്ക കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ചേട്ടാ? ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷം. 20 വർഷമായി. 20 വർഷമായിട്ട് ഈ കൂർക്ക കൃഷി ഫീൽഡിലുണ്ട് അല്ലേ? കൂർക്ക കൃഷി ചെയ്യുമ്പോഴേ സാധാരണ എത്ര സെൻറ്റിൽ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട്? ഇവിടെ 45 സെൻറ്റ്. 45 സെൻറ്റിലാണ് ഇവിടെ കൃഷി ചെയ്തല്ലേ? നമ്മൾ കൂർക്ക കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയാണ് കൂർക്ക കൃഷിയുടെ ഒരു രീതി എങ്ങനെയാണ്? ആദ്യഘട്ടം മറ്റേ ട്രാക്ടർ അടിച്ച് പൂട്ടും. ട്രാക്ടർ കൊണ്ട് പൂട്ടി ഇപ്പോൾ ട്രാക്ടർ കൊണ്ട് തന്നെ മെഷീൻ ഏരി എടുക്കുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട്. അതാണോ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഞാനിപ്രാവശ്യം ആളെന്നെ മാടിയതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മാടിയതാണ്, ചെയ്തതാണ്. അത് ശരി. അത് അപ്പോൾ ചിലവ് കൂടുതലാണോ അതോ മറ്റേ? ചിലവ് ആള് ചെയ്യണതിനേക്കാൾ ചിലവ് കുറവാണ്. പക്ഷെ അവർ വണ്ടി കൊണ്ട് ചെയ്താലും നമുക്കിത് മറ്റേ ശരിപ്പെടുത്തണമെങ്കിൽ ആള് പണി തന്നെ വേണം. ഇങ്ങനെ ഇടം മുറിക്കണം, ഷെയ്പ്പാക്കണം, അങ്ങനെയൊക്കെ. അവരിങ്ങനെ ഏരിയ എടുത്ത് പോകും. അപ്പോൾ ഇത് രണ്ട് പണി വരുന്നില്ലേ? പക്ഷെ കുറച്ച് എളുപ്പമാണ്. അതല്ലേ, കുറെ എളുപ്പമാണ്. പിന്നെ ആള് കിട്ടാത്ത അവസ്ഥയുണ്ട്. ആള് കിട്ടാ ഇതിപ്പോ ഈ 45 സെന്റ് വണ്ടി എടുക്കുകയാണെങ്കിൽ അവര് ഒരു അരമണിക്കൂർ കൊണ്ട് വണ്ടി എടുക്കും. അരമണിക്കൂർ കൊണ്ട് എടുക്കും. അതല്ലേ? ഓ അത് ശരി. 40 സെന്റ് ശരിക്കും അരമണിക്കൂർ മേലെ. അതെ, നമ്മൾ ശരിക്കും കൂർക്ക കൃഷി ചെയ്യുമ്പോഴേ ശരിക്കും ഏത് മാസമാണ്, എങ്ങനെയാണ് ഈ കൂർക്ക കൃഷിയുടെ രീതി എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഞങ്ങൾ തല മറ്റേ പുറത്തുനിന്ന് പോയി മേടിച്ചുകൊണ്ട് വരികയാണ്. നേരത്തെ ഇവിടെ നാട്ടിൽ നനച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വെള്ള സൗകര്യം ഇല്ല. അങ്ങനെ നാട്ടിൽ നനച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ മീനമാസം തൊട്ട് തുടങ്ങണം. വിത്തിട്ടിട്ട് നമ്മൾ വിത്തിടുകയാണെങ്കിൽ മീനമാസം. ഈ വിത്ത് മീനമാസത്തിൽ അല്ല, നമ്മൾ ഈ കളയ്ക്കുന്ന വിത്തിനെടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ലാസ്റ്റ് ആക്കിയിട്ട് വിത്തിനുള്ളത് ലാസ്റ്റ് എടുക്കും. കളന്റെ അവസാനത്തിൽ വിത്തെടുത്ത് മാറ്റി വെക്കും. ആ വിത്ത് മാറ്റി വെച്ച് അത് മറ്റേ ചുക്കടിച്ച് പോവാതെ മണലില്ല മറ്റേ ഈ ചണച്ചാക്കിലൊക്കെ വെച്ച് സൂക്ഷിക്കും. ശരി. അത് എത്ര കാലം അങ്ങനെ? മറ്റേ ഇതിപ്പോ ഇതിലാ വൃശ്യ മാസത്തിലൊക്കെയാണ് ആ വിത്തിന് എടുത്ത് വെക്കുക. വൃശ്യ എന്തായാലും 5 മാസം. കുട്ടപ്പേട്ടാ, നമ്മൾ ഈ മീനമാസത്തിൽ ഇതിന്റെ വിത്ത് ഇടും അല്ലേ? അപ്പൊ നമുക്ക് ഇതിന്റെ ഈ തല ഏകദേശം എത്ര സമയത്ത് നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും? അതെ, ഇടവം ലാസ്റ്റ് തൊട്ട് ഒരു കഷ്ടി 2 മാസത്തോളം നിൽക്കണം. എന്നാലേ തല നീണ്ടു വരും. അല്ലേ? അതിന് ഇത്ര ഉയരം വരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ ഒരു ഇത്? വേണമല്ലോ. നമ്മൾ ഫസ്റ്റ് കെട് നുള്ളുമ്പോൾ 2-3 കമ്പ് വെച്ച് നുള്ളും. അരിയും
അരിയും 3 കമ്പ് വെച്ച് അരിയും. 2 കമ്പ് ഏതാണ്ട് മറ്റേ മണ്ണിനടി അങ്ങനെ വെക്കുന്ന സമ്പ്രദായമുണ്ട് ഞങ്ങൾ നാടൻ തല ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ അരിഞ്ഞുകൊണ്ട് വരുന്ന തല വെക്കുന്ന സമ്പ്രദായം മാറി. അതല്ലേ, അതിങ്ങനെ നീളത്തിലാണ് വയ്ക്കുക. അതെ. ഇത് ഏത് ഇനാണ് ഇവിടെ കൂർക്ക ചെയ്തിരിക്കുന്നത് എന്നറിയോ? ഇത് നിങ്ങളിപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഏതാണ്? അതിൻ്റെ നാടനല്ലാത്ത ഇതിൻ്റെ പേര് ഇനം ഇതൊക്കെ പട്ടാമ്പി മറ്റേ അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേര് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അതെ അല്ലേ, വിത്തിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് ഇടവമാസം ലാസ്റ്റാണ് നമ്മൾ ഈ മണ്ണ് കൂട്ടിയിട്ട് തല നടുന്നത് അല്ലേ? അതെ. ഈ ഏരിയ ഒക്കെ എടുക്കുമ്പോൾ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഈ ഏരിയ എടുക്കുമ്പോൾ എത്ര വീതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് അതിന് വെക്കുന്നത്? നമ്മൾ ഏതാണ്ട് ഒരു കണക്ക് നമുക്കറിയും. അതെടുക്കുമ്പോൾ മണ്ണിടാനുള്ള ഒരു ഇട കിട്ടണം. ഒരു മണ്ണിടും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഏരിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മണ്ണ് ചുരണ്ടിയിടും. ആ മണ്ണ് ചുരണ്ടിയിടാനുള്ള ഗ്യാപ്പ് കിട്ടണം. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടന്ന് കള പറിക്കാനും മറ്റുമൊക്കെ സൗകര്യം കിട്ടണം. അപ്പോൾ ഈ ഒരു ഇട വേണം. അതായത് 2 കൈക്കോട്ട് മേലെ ഇടാന്ന് പറയും. ചാല് എങ്ങനെ? 2 കൈക്കോട്ട് മേലെ ചാല് 2 കൈക്കോട്ട് മേലെ ചാല് അല്ലേ? ഏരി കൂർക്ക. ഈ ഏരിയയിലേ കൂർക്ക എത്ര തലയാണ്? എങ്ങനെയാണ് തല വെക്കുന്ന രീതി? എത്ര അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്? ഒരടിക്ക് 2 തല. ഒരടിക്ക് 2. അത് കയ്യിൻ്റെ ഈ അകലം ഏതാണ്ട് ഈ അകലമാണ്. അപ്പോൾ അങ്ങനെ 2 തല അല്ലേ? ഈ കൂർക്ക എത്ര മാസം കൊണ്ട് വിളവെടുക്കാം ശരിക്കും? 3.5 മാസം 4 മാസത്തിൻ്റെ ഉള്ളിൽ. 3.5 മാസം 4 മാസത്തിൻ്റെ ഉള്ളിൽ വിളവെടുക്കും അല്ലേ? അതിനുശേഷം ഇവിടെ ഇങ്ങനെ എന്താണ് കൃഷി ചെയ്യാറ് സാധാരണ? നെല്ല് ചെയ്യും. നെല്ല് ചെയ്യാം. കുട്ടപ്പേട്ടാ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ ഹൈബ്രിഡ് ഇതാണ് കൊണ്ടുവരുന്നത്, കൂർക്ക തലയാണ് കൊണ്ടുവരുന്നത്. ഇത് എവിടെ നിന്നാണ് നമ്മൾ സാധാരണ കളക്ട് ചെയ്യുന്നത്? ഇത് മറ്റേ പാടൂര് തോണിക്കടവ് എന്ന് പറയും. സ്ഥലത്ത് പോയിട്ടാണ്. നിങ്ങൾ ഇത്രയും കൂടുതൽ ഇത് എടുക്കാറുണ്ട് അല്ലേ? ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ അവിടെ നിന്ന് ഇപ്പോൾ എടുക്കും. ഓക്കെ. ഇത് എന്താണ് ഈ ഒരു തൈ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഇവിടെ നിന്ന് എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ നാടൻ തലയാർന്ന് നേരത്തെ വെച്ചിരുന്നത്. അതിൽ വെച്ച് കുറച്ച് വിളവ് കൂടുതൽ കിട്ടുന്നുണ്ട്. ഇത് നാടൻ തല വയ്ക്കുമ്പോൾ ഇതിന് കുറച്ചും കൂടി കൂടുതൽ വിളവ് കിട്ടും അല്ലേ? ഇത് സാധാരണ ഇങ്ങനെ കൊണ്ടുവന്നാലേ നമ്മൾ ഇത് വെക്കാൻ തയ്യാറാക്കുന്ന എങ്ങനെയാണ്? അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? ഇവിടെ തല മുറിച്ചുകൊണ്ട് വരും. കട ചേർത്തി മുറിച്ച് കെട്ടിക്കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്നാൽ അതിന് കറക്റ്റ് ചെയ്യാണ്. ഈ അളവിൽ 3 കമ്പ് 4 കമ്പായിട്ട് കറക്റ്റ് ചെയ്ത് നീളത്തിൽ വെക്കാം. ആണല്ലേ? മൂടും. മണ്ണിലിട്ട് മുകളിലേക്ക് എത്ര താഴ്ത്തി വെക്കണത്? താഴ്ത്തില്ല, അങ്ങനെ ചാലെടുത്തിട്ട് ഞാൻ കാണിച്ചു. ചാലെടുത്തിട്ട് ഇതാ ഇതിങ്ങനെ മുകളിൽ കാണും. ഇത്രയും 1 കമ്പ് 2 കമ്പ് മുകളിൽ കാണും. ബാക്കി മുഴുവൻ ഇങ്ങനെ ചാലെടുത്ത് അതിൽ വയ്ക്കും. ഈ തലനുള്ളി വെക്കണ ഇതൊന്ന് നോക്കാം. തലനുള്ളി വയ്ക്കാം. ഇത് ഏത് ഇനം? ഹൈബ്രിഡ് ആണോ അതോ നാടൻ തന്നെയാണോ? ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നതിൻ്റെ വിത്തെടുത്ത് വെച്ചാൽ ഹൈബ്രിഡിൻ്റെ തന്നെയാണ് അല്ലേ? ഇതിപ്പോൾ എന്ന് നിങ്ങൾ വിത്തിട്ടതാണ്? ഇത് മീനം ഒരു 10-15 തീയതി വിത്തിട്ടു. അപ്പോൾ ഏകദേശം ഈ നടാറാകുമ്പോഴേക്ക് ഈ ഒരു ലെവലിലാവും. ഇതിൻ്റെ എവിടെ വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ തല നമ്മളെന്ന രീതി എങ്ങനെയാണ്? ഇതിൻ്റെ ഈ 3 കമ്പ് വെച്ച് എങ്ങനെ പൊട്ടിക്കും. 3 കമ്പ് വെച്ചിട്ടല്ലേ? 3-4 കമ്പൊക്കെ വരും. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്ര വിത്തെന്നാണ് ഇത്രയും ഈ തല ഉണ്ടായിരിക്കുന്നത്? ഇതിലിപ്പോൾ 2 വിത്തിട്ടതാണ്. 2 വിത്താണ്? 2 കിഴങ്ങിട്ടാണ്. അതല്ലേ? ഓക്കെ. ഇച്ചിരി നല്ല ക്വാളിറ്റിയിലുള്ള അല്ലേ? അടിയിൽ ഇല നുള്ളി കളയണോ? അല്ല, കമ്പ് നുള്ളണം. കമ്പ് നുള്ളണം. അത് എന്തിനാണ്? അത് അങ്ങനെ ഒരുപാട് അണർപ്പ് വരാതിരിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ എന്താ കിഴങ്ങ് അതെ അല്ലേ? ഈ അണപ്പ് ഒക്കെ കൂടി വന്നാൽ പെട്ടെന്ന് പൊന്തപ്പ് വരും. ചെടി വളരും. അതെ, ചെടി വളർന്ന അതിൻ്റെ കൂടുതൽ സ്റ്റാർട്ടിങ്ങിൽ കൂടുതലും ചെടി വളരാൻ പാടില്ല. അതെ, അതെന്താണ് അതിൻ്റെ ഒരു ഇതെന്താണ് കാര്യം? വേര് കൂടുന്നാ പറയുക. വേര് കൂടും.
കിഴങ്ങ് കുറയും. ഓ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഈ ആദ്യം പൊട്ടിച്ച് കളയണം. അല്ലല്ല, വെക്കുമ്പോൾ അതിങ്ങനെ കൂടുതൽ വരുന്നത് അടത്തിക്കളയും. പിന്നെ മറ്റേ ചാരവും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണുള്ളത് മാടുന്നത്. വെച്ച് കഴിഞ്ഞിട്ട് ഇടുമ്പോൾ കുറച്ച് കുറയ്ക്കണം ആദ്യം ഇടുമ്പോൾ. അതല്ലേ, ചെടി കൂടുതൽ വരാണ്ടിരിക്കാൻ. ചെടി ഒരു 30 പൂവാകുന്ന സമയത്ത് ഇത്തിരി തുളിച്ചു കൊടുത്താൽ കുഴപ്പമില്ല, നേരെ കിഴങ്ങിലേക്ക് പിടിക്കും. കുട്ടപ്പൻ ചേട്ടാ, നമ്മൾ ഇപ്പോൾ ഇവിടെ ഓൾറെഡി തടം എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മറ്റേ ട്രാക്ടർ വന്ന് ഇതിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ അപ്പോൾ നമുക്ക് തടം എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് നമ്മൾ ഇനി നടുന്ന ഒരു രീതി, നടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നടുന്ന രീതി ഇങ്ങനെ തന്നെ നട്ടോട്ടെ. വെള്ളമുണ്ട് ഇങ്ങനെയൊന്നും ആക്കും. ചരിച്ചിട്ടാണോ വയ്ക്കുക? കിടത്തി വയ്ക്കും. അതെന്താണ് അതിൻ്റെ ഒരു ഈ പുതിയ വിത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. ഞങ്ങൾ നാടൻ തല ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കുത്തിയിട്ടാണ് വയ്ക്കുക. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതെന്താണ് കാരണം? അപ്പോൾ ഇവിടെ ഈ കണ്ണിക്കൊക്കെ കിഴങ്ങ് വരും. അതെ, കിടത്തി വയ്ക്കുമ്പോൾ. അപ്പം നമ്മൾ നാടൻ അങ്ങനെ വരില്ലേ? നാടൻ ഈ 2 കണ്ണി ഇങ്ങനെ വയ്ക്കുമ്പോൾ ഉള്ളിൽ പോവും. ഈ 2 കണ്ണി ഇങ്ങനെ തുളയിട്ടിട്ട് വയ്ക്കുക. ഇങ്ങനെയാണ് വെക്കുക നാടൻ നേരത്തെ. അപ്പൊ ഈ 2 കണ്ണി ഇവിടെ നിങ്ങടെ ഉണ്ടാവുള്ളൂ. ശരി. അപ്പൊ നാടൻ നമുക്ക് കിടത്തി വെക്കാൻ കഴിയില്ല അല്ലേ? അങ്ങനെയാണ് ചെയ്തിറക്കണത്. അതല്ലേ. അപ്പോൾ ഇത് അടുത്ത ഒന്ന് വെച്ച് ഒന്ന് കാണാൻ വേണ്ടി എങ്ങനെ സംഭവം അടുത്ത് നമ്മൾ അല്ല ഇത് സാധാരണ ഇത് വെക്കണം. ഇങ്ങനെ നീളം വരയും നേരെ കിടത്തി വെക്കും. അപ്പൊ സത്യത്തിൽ ഇതിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുണ്ടാവും അല്ലേ? നാടനാണെങ്കിൽ ഇതിന്റെ അടിയിൽ മാത്രമേ ഇത് വരുള്ളൂ അല്ലേ? അതാണോ ഇത് ലാഭകരമാവാൻ കാരണം? കുറച്ചുകൂടി ഈ കണ്ണിക്ക് ഉണ്ടാകുന്ന പറയാ. ഇവിടെ ഇങ്ങനെ ഇപ്പൊ നിറയെ വഴുതനൊക്കെ വെച്ചിരിക്കുന്നു. ഇത് പിന്നെ ഈ പറമ്പിന്റെ സൈഡിനാണ്. നമ്മൾ ശരിക്കും ഈ കൂർക്കയ്ക്ക് ഇടയിലേ ഇടവിളയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമോ? ഇടവിളയായിട്ട് പയറിടും. ഏരിന്റെ ഒരു തലക്കിലായിട്ട് ഇടും. അതിന് കമ്പ് നാട്ടി കൊടുക്കും. കമ്പ് നാട്ടി ലൈനായി ചൂടി കെട്ടും. അതിന് പടത്തി വിടും. അപ്പൊ അത് ശരിക്കും നമ്മുടെ ഈ ഇതിനെ ഒരു കാനലായിട്ട് ചെറുതായിട്ടൊരു നിഴലായി ബാധിക്കും. പയറിന് വിലയൊക്കെ കിട്ടുന്ന സമയത്ത്, ഓണത്തിന്റെ സമയത്തൊക്കെ ഒരു വില കിട്ടുന്ന സമയത്ത് അങ്ങനെ അത് കുഴപ്പമില്ല. പിന്നെ അത് ഒരുവിധമായ കൂർക്ക മൂപ്പാകുന്ന സമയമാകുമ്പോഴേക്ക് അത് മുറിച്ച് മാറ്റുകയും ചെയ്യും. താനെ പൂവും, ഇല കൊഴിയും. ചേട്ടന്റെ ഒരു ദിവസേ എങ്ങനെ തോന്നുന്നു? ഒരുവിധം കൃഷികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ശരിക്കും എല്ലാ കൃഷി സ്ഥലത്തും നമ്മുടെ കണ്ണിൽ തന്നെ വേണമല്ലോ. അപ്പൊ പണിക്കാരെങ്കിലും ഉണ്ടോ? അതോ എങ്ങനെ? നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു പണിക്കാര്. 2-3 പേരൊക്കെ വെച്ച് ചെയ്തതാണ്. തൊടിയിലൊക്കെ വ്യാപകമായിട്ട് മഞ്ഞൾ കൃഷി, ഇഞ്ചി കൃഷി ഇതിലൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടൊന്നും രക്ഷയില്ല. കൂലിച്ചെലവും മറ്റു ചെലവെല്ലാം കൂടി പിന്നെ ഇഞ്ചിക്കൊക്കെ വ്യാപകമായ കേടും വരാൻ തുടങ്ങി. അതങ്ങനെ നിർത്തി. പിന്നെ മഞ്ഞൾ വലിയ കേടില്ലാത്തൊരു സംഭവമാണ്. ഇതും കേട് വരാൻ തുടങ്ങി. കാലവർഷം ചതിച്ച ചിങ്ങത്തിൽ മഴയില്ല, ചിങ്ങം കന്നിയിൽ മഴയില്ലെങ്കിൽ അതും കട പിടിക്കേണ്ട സമയമാണ്, കടയിറങ്ങേണ്ട സമയമാണ്. അതും ബുദ്ധിമുട്ടാവും. ഈ കൂർക്ക ശരിക്കും എല്ലാ ദിവസവും നമ്മുടെ ശ്രദ്ധ എത്തേണ്ട ഒരു ഇതാണോ? എന്താണ് അഭിപ്രായം? അല്ല, കൂർക്കയിൽ എല്ലാ ദിവസവും സദാസമയം നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കണം എന്നൊന്നുമില്ല. അതിന് ചില സമയം ഇപ്പോൾ നട്ട് കഴിഞ്ഞ് പിന്നെ ഒരു 10-15 ദിവസം മേൽ കഴിഞ്ഞാൽ മണ്ണ് ചുരണ്ടിയിടും. ആ ഒരു മണ്ണ് ചുരണ്ടി മണ്ണിൻ്റെ ഇടയ്ക്ക് തഴച്ച് കിളിർത്ത് ഒരു 2 കമ്പ് ആയി വരുമ്പോൾ മണ്ണൊന്ന് ചുരണ്ടിയിടും. അപ്പോഴേക്ക് ഈ മണ്ണൊക്കെ കുറെ ഉലുന്നിറങ്ങും മഴ പെയ്തിട്ട്. ഇപ്പൊ ഒന്ന് ചുരണ്ടി ഉണ്ട്. കള ഇപ്പം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇത് പറിക്കേണ്ട ഒരാവശ്യം വരില്ലേ? കള ഇപ്പം ചിലരൊക്കെ കളനാശിനി അടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഏരി മാടിയിട്ടതിന് ശേഷം കളനാശിനി അടിക്കും, വരാതിരിക്കാൻ, മുളച്ച് വരാതിരിക്കാൻ. റൗണ്ട് അപ്പ് പോലുള്ള സാധനമല്ല, നമുക്കൊരു 2-3 വട്ടമൊക്കെ കള വലിക്കേണ്ടി വരും. അപ്പോൾ വന്നു തുടങ്ങി ചെറുതായിട്ട്. ഞാൻ കളനാശിനി അടിക്കാറില്ല.
മണ്ണിനത് വലിയ ഗുണം ചെയ്യില്ല. പയറിട്ടാൽ പയറിന് ദോഷം ചെയ്യും പറഞ്ഞിട്ട് കളനാശിനി അടിക്കാറില്ല. ഞങ്ങൾ കള പറിക്കുക തന്നെയാണ്. ഡെയിലി ഇപ്പൊ മഴ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് കൂടുതൽ ശ്രദ്ധയില്ലാതെ അത്യാവശ്യം വരുമാനം തരുന്ന ഒരു വിളയാണ് ശരിക്കും അല്ലേ? നമ്മുടെ ഒരു എന്നാ ശ്രദ്ധിക്കും വേണം, ശ്രദ്ധിക്കണം. ഈ കളപറി കളനാശിനി അടിച്ചിട്ടില്ലെങ്കിൽ കളപറി ഒരു വിഷയം തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. ഞങ്ങള് പിന്നെ അത് തന്നെ സംബന്ധിച്ച് ഒരു തന്നെയാണ് അല്ലേ? കുട്ടപ്പേട്ടാ, നമ്മളെ എങ്ങനെയാണ് കൂർക്കയ്ക്ക് വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ് അതിൻ്റെ ഇത്? മണ്ണ് ഒരുവിധം 10-20 ദിവസം ആകുമ്പോൾ ചെറിയ തോതിൽ ചാണകപ്പൊടിയും മറ്റേ ചാരവും മിക്സ് ചെയ്തിട്ട് ചെറിയ തോതിലിട്ട് മണ്ണ് കവർ ചെയ്യും. അതോടുകൂടി മണ്ണിടൽ കഴിഞ്ഞു. പിന്നെ കളപറിക്കലാണ്. പിന്നെ ഓലപ്പുഴു, അതിൻ്റെ അടിയിലൊക്കെ പുഴു കണ്ടമാനം വരികയാണെങ്കിൽ ചെറിയ തോതിൽ വലിയ ഡോസില്ലാണ്ട് ഒരു മരുന്ന് കളിച്ചു കൊടുക്കും. ഈ പിന്നെ ഇതിന് വളം അടിവളമായിട്ട് എന്താ നമ്മൾ കൊടുക്കുന്നത്? അടിവളം ചാണകപ്പൊടി ഇട്ട് മാട് തന്നെ. ചാണകപ്പൊടി ഏരി കൂട്ടുമ്പോൾ ചാണകപ്പൊടി. അത് രണ്ടാമത് നമ്മൾ മണ്ണിടുമ്പോൾ വേറെ എന്തെങ്കിലും ആപ്പിളും കൊടുക്കണോ? ഇതേ ചാണകപ്പൊടി നൈസായിട്ട് കൊടുക്കും. വളരെ കട്ടി കുറഞ്ഞ് ചാരവും മിക്സ് ചെയ്തിട്ട് കൊടുക്കും അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ. എത്ര തവണ നമ്മൾ ഇതിന് മണ്ണ് ഇട്ട് കൊടുക്കും? മണ്ണ് ഒരു തവണ തന്നെ ഇടും. ആദ്യത്തെ ഒരു തവണ, രണ്ടാമത് ഒന്നുകൂടി ഏരി എടുക്കൽ കഴിഞ്ഞ് പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞ് ഒരു മണ്ണ് ഇടും. അപ്പോഴേക്ക് പിന്നെ ചെടി ഇങ്ങനെ ആയി തുടങ്ങും. പിന്നെ മണ്ണിടാനൊന്നും പറ്റില്ല, പിന്നെ ചെടി ആയല്ലോ, ചെടി കിളിർത്ത് വരും. പിന്നെ മണ്ണിടേണ്ട ആവശ്യമില്ല. വലിയ സത്യം പറഞ്ഞാൽ കർഷകനെ സംബന്ധിച്ച് വലിയൊരു പരിചരണം പ്രശ്നമില്ല. കളപറി ഇത് മെയിനായിട്ടൊരു സംഭവം. പിന്നെ ഈ പന്നിന്റെ ഇടപാടാണ്. പന്നിന്റെ ശല്യമാണ്, വല്ലാത്ത ശല്യം. പന്നി ചാടാതിരിക്കാൻ വേണ്ടി കുറ്റി അടിച്ച് കമ്പി ലൈനായിട്ട് വലിച്ചു കെട്ടുകയാണ്. അതെ, മുളയുടെ കുറ്റി. ഇത്ര ഹൈറ്റിൽ കെട്ടിയാൽ മതിയോ പന്നി? പിന്നെ ഇങ്ങോട്ട് ഹൈറ്റ് 4 ലെയറായിട്ട് കമ്പി കെട്ടും. എന്നിട്ട് അതിന്റെ പുറത്ത് നെറ്റ് വല കെട്ടും. കിട്ടൂലേ? അപ്പൊ അതിന് നല്ലൊരു ചെലവ് വരില്ല. നേരത്തെ ഈ കമ്പി കെട്ടെല്ലാം ഒതുങ്ങണതാണ്. ഇപ്പൊ അത് ഇതിലൂടെ ഇത് ഇപ്പൊ ഒരു കുറച്ച് കാലം ഇങ്ങനെ നിൽക്കുമല്ലോ അല്ലേ? കമ്പി വാങ്ങിച്ചാൽ രണ്ട് കൊല്ലത്തിന് മതി. ഇതിപ്പോ കഴിഞ്ഞല്ലോ കാല് മാറ്റേണ്ടി വരും. മൂട് ഒക്കെ ചതലുണ്ടാവും. അതിന് ബലം കുറയും, വന്ന് മുട്ടിയാവും. ഇത്രയും ഹൈറ്റിൽ കെട്ടിയാൽ മതി. ഇവിടെ നല്ലോണം പന്നി വരുന്നുണ്ട് അല്ലേ? നമ്മൾ ആ ഒരു സൈഡ് വരെ നമ്മൾ കെട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കൂർക്ക കൃഷി ചെയ്യുന്ന രീതി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരുപാട് കർഷകരുണ്ട് അതിഭീകരമായ രാസവളങ്ങളൊക്കെ യൂസ് ചെയ്ത് പിന്നെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അതായത് കൂടുതലായിട്ടും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാട്ടത്തിനൊക്കെ എടുക്കുന്ന ഭൂമിയിലൊക്കെ ആയിരിക്കും ആളുകൾ അങ്ങനെ ചെയ്യേണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിപ്പോൾ കുട്ടപ്പൻ ചേട്ടൻ്റെ സ്വന്തം സ്ഥലത്ത്, അതായത് അവരുടെ വീട്ടിലേക്കും അവരും ഇതിൽ നിന്ന് കഴിക്കുക, അതുപോലെ തന്നെ ബാക്കി കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു 40 സെൻറ്റ് സ്ഥലത്ത് ചെയ്തിരിക്കുന്ന കൂർക്ക കൃഷിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിലൊരു അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, പണ്ട് കാലം മുതലേ ഒരു കാർഷിക കുടുംബം ആയതുകൊണ്ട് അവർക്ക് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഭംഗിയും നമ്മൾ കണ്ടില്ലേ, ആ കൂർക്ക നടേണ്ട രീതി. പണ്ട് കാലത്ത് കുട്ടപ്പൻ ചേട്ടൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വെറും നാടൻ കൂർക്ക കൃഷി ചെയ്ത് വന്നിരുന്നു. ഇപ്പോൾ ഹൈബ്രിഡിലേക്കുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് കാര്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നടുന്ന രീതി മുതൽ അതിന് വളപ്രയോഗം കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അടിയിലുണ്ടാവുന്ന കായ്കൾ എങ്ങനെ, കിഴങ്ങ് എങ്ങനെയാണ്,
ഈ രീതികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് ഈ വീഡിയോയുടെ താഴെ തരണം. ഇതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് നമ്മളോട് പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഓരോ മാറ്റങ്ങൾ വരുത്തിയാണ് നമ്മുടെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും തരിക, നമ്മുടെ കൂടെ ഉണ്ടാവുക. ഈ കുട്ടപ്പൻ ചേട്ടനെ പോലെയുള്ള സാധാരണ കർഷകർ ലോകത്തൊട്ടാകെ അറിയട്ടെ. അത് നമ്മുടെ ഓർഗാനിക് കേരളം അവർക്ക് കഴിയാവുന്ന അത്ര പ്രൊമോഷൻ നമ്മൾ കൊടുക്കും. അത് നിങ്ങളും കൂടി അതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാ ആളുകളിലേക്കും കുട്ടപ്പൻ ചേട്ടനെ പോലെയുള്ള സാധാരണ കർഷകരെത്തട്ടെ. നമ്മുടെ ഈ കാർഷിക മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ നമ്മുടെ ഈ ഇതുപോലെയുള്ള വീഡിയോകളും ഇതുപോലെയുള്ള കർഷകരെല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജിൻ്റെ കാര്യം മറക്കണ്ട. ഇത് ലൈക്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.